ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇളനീര് വെച്ചിട്ട് നല്ലൊരു കിടിലമായിട്ട് നമുക്ക് തയ്യാറാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് 2 ഇളനീരാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വെട്ടിയെടുത്തേക്കുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ വെള്ളവും അതുപോലെ തന്നെ ഇതിൻ്റെ കാമ്പും ഒന്ന് വേർതിരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. വെട്ടി ഇതിൻ്റെ വെള്ളം വേറെ, അതുപോലെ കാമ്പും വേറെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളം ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ഈ കരിക്കിൻ്റെ വെള്ളത്തിലേക്ക് നമുക്കൊന്ന് കുതിരാനായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് അടുപ്പത്തോട്ട് വെച്ച് ഒരു 4 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ടിട്ട് ഒന്ന് ഈ ചൈന ഗ്രാസ് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചൈന ഗ്രാസ് നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് അരിപ്പയിൽ കൂടി അരിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ശരിക്കും ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലാസ് പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ അരിപ്പയിലൂടെ ഇത് അരിച്ച് നമുക്ക് പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുത്ത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കരിക്കിൻ്റെ കാമ്പ് ഒന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇട്ട് അരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കരിക്കിൻ്റെ കാമ്പൊക്കെ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പാൻ ഞാൻ അടപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 ലിറ്റർ അളവിൽ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി പാലൊന്ന് ചൂടായി വരുന്ന ഈ സമയത്ത് തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു അടുപ്പത്ത് നമ്മുടെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 10 ഗ്രാം ചൈന ഗ്രാസാണ്. അത് നമ്മുടെ മറ്റൊരടുപ്പത്ത് വെച്ച് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചൂടായി വരുന്ന പാലിലേക്ക് ഒരല്പം ഫ്രഷ് ക്രീം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ നന്നായിട്ട് ചൂടായ ഈ പാലിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ കാമ്പ് ചേർത്ത് കൊടുക്കാം. കരിക്കിൻ്റെ കാമ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അത് തിളയ്ക്കാൻ നിൽക്കണമെന്നില്ല കേട്ടോ. നമുക്ക് നേരെ ഇനി നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്ലാസ് പുഡിങ് ഉണ്ടല്ലോ, അത് നമുക്കിതുപോലെ ചെറിയ ക്യൂബുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. ഇനി നമുക്ക് ഈ നമ്മുടെ പുഡിങ് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു കേക്കൊക്കെ ഉണ്ടാക്കുന്നൊരു പാത്രമാണ് കേട്ടോ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലേക്കായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ഗ്ലാസ് പുഡിങ്ങിൻ്റെ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് കുറച്ചൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് ഈ ഗ്ലാസ് പുഡിങ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും ബാക്കിയുള്ള എല്ലാ പുഡിങ്ങും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ബാക്കി വന്ന ഗ്ലാസ് പുഡിങ്ങും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പതുക്കെ സെറ്റ് ആവാനായിട്ട് വെക്കാം നമുക്ക്. അതിനുശേഷം ബദാമോ അല്ലെങ്കിൽ നമ്മുടെ ഈ കരിക്കിൻ്റെ കാമ്പ് തന്നെ വെച്ചോ നമുക്ക് നമ്മുടെ ഈ പുഡിങ് ഒന്ന് സെറ്റ് ചെയ്യാം, ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കരിക്ക് തന്നെ ചെറിയ പീസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പതുക്കെ ഒന്ന് സെറ്റായി തുടങ്ങുന്ന ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കരിക്കിൻ്റെ പീസ് വെച്ച് കൊടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതൊരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ പുഡിങ് 6 മണിക്കൂറായിട്ട് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. സത്യം പറഞ്ഞാൽ മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പുഡിങ് പൊട്ടിപ്പോകുമോ എന്നൊരു ഭയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ഇത് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ അല്പം മധുരം കഴിക്കണമെന്ന് തോന്നാറുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള പുഡിങ്ങുകളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അല്പം മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ എടുത്ത് കഴിക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്